നമസ്കാരം. ഇന്നത്തെ വീഡിയോ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ജീവചരിത്രമാണ്. മാമ്പഴം എന്ന കവിതയിലൂടെ മലയാള മനസ്സ് കീഴടക്കിയ കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ശബ്ദ സൗന്ദര്യം, ഭാവസൗന്ദര്യം, ശാസ്ത്രീയ ചിന്ത തുടങ്ങിയ നിരവധി ഗുണങ്ങൾ ഒത്തിണങ്ങിയവയായിരുന്നു വൈലോപ്പിള്ളി കവിതകൾ. മലയാള കവിതയിൽ ശ്രീ എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടത്. എല്ലുറപ്പുള്ള കവിത എന്ന് നിരൂപകരെ കൊണ്ട് പറയിക്കാൻ പാകത്തിൽ വൈലോപ്പിള്ളി ശാസ്ത്രത്തിൻ്റെ കൈത്താങ്ങോടെ കാവ്യലോകത്ത് സഞ്ചരിച്ചു. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിൽ 1911 മെയ് 11 വൈലോപ്പിള്ളി ജനിച്ചു. പിതാവ് കൊച്ചുകുട്ടൻ കർത്താവ്, മാതാവ് നാണിക്കുട്ടിയമ്മ. സസ്യശാസ്ത്രത്തിൽ ബിരുദം. 1931 അധ്യാപകനായി. 1966 ഹൈസ്കൂളിൽ പ്രധാന അധ്യാപകനായി വിരമിച്ചു. സാധാരണക്കാരുടെ, അധ്വാനിക്കുന്നവരുടെ കവിയായിരുന്നു വൈലോപ്പിള്ളി. അടിസ്ഥാന വർഗത്തോട് ഒരു പക്ഷപാതം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിമനോഹരമായ ബാലകവിതകളും വൈലോപ്പിള്ളി എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ മിക്ക കവിതകളിലും ദർശനീയമല്ലാത്ത ചില ഭാവുകത്വ ഗുണങ്ങൾ വൈലോപ്പിള്ളി കവിതകളിലുണ്ട്. ഗ്രാമവും ഗ്രാമീണതയും കാർഷിക സംസ്കൃതിയും വൈലോപ്പിള്ളി കവിതകളിൽ തെളിയുന്നു. 1965 കയ്പവല്ലരിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1972 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ് എന്നിവ ലഭിച്ചു. വിട എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. 1981 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വവും വയലാർ അവാർഡും ലഭിച്ചു. 1985 വൈലോപ്പിള്ളി അന്തരിച്ചു.